ഒഡീഷയ്ക്ക് മുന്നേയുള്ള 250 കിലോമീറ്റർ ദൂരത്തിൽ ഒരു കോൺഗ്രസിൻ്റെ കൊടി ഒരൊറ്റ സിംഗിൾ കൊടി ഞങ്ങൾ കണ്ടിട്ടില്ല. മോദി പ്രഭാവം 2019 പോലെ ഇല്ലയെന്ന് തന്നെ പറയാം. പക്ഷേ പ്രതിപക്ഷത്തെ പ്രധാന നേതാവായി ഉയർത്തിക്കാട്ടപ്പെടുന്ന രാഹുൽ ഗാന്ധിയുടെ ഇമേജിന് 2019 നിന്നും വല്ല മാറ്റങ്ങളുമുണ്ടോ? അവിടുത്തെ ജനങ്ങളും ഗ്രാമീണരും ഒക്കെ ഏത് രീതിയിലാണ് രാഹുൽ ഗാന്ധിയെ നോക്കിക്കാണുന്നത്? രാഹുൽ ഗാന്ധി ഇല്ല. രാഹുൽ ഗാന്ധി നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ, ഇവിടെ പഞ്ചാബിൽ രാഹുൽ ഗാന്ധി ഒരു വലിയ ലീഡറായിട്ട് ആളുകൾ എടുത്തായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഹരിയാനയിലേക്ക് വരുമ്പം ഹരിയാനയിൽ ഒരു ലീഡറെ വെച്ചിട്ടല്ല. ഹരിയാനയിൽ പ്രതിപക്ഷം എന്ന് പറയുന്ന അവിടുത്തെ കർഷകർ നേരിട്ട പ്രശ്നങ്ങളുമാണ് അവിടെ പ്രതിപക്ഷത്തിന് കരുത്തായിട്ട് നിൽക്കുന്നത്. തൊഴിലില്ലായ്മ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഹരിയാനയിൽ. ഡൽഹിയിൽ വരുമ്പോൾ രാഹുൽ ഗാന്ധി ഒരു വിഷയമല്ല. ബസന്തി ദേവിനോട് രാഹുൽ ഗാന്ധിനെ പറ്റി ചോദിച്ചപ്പോൾ അയാളെ പറ്റിയൊന്നും ഞങ്ങൾ പറയുന്നില്ലേ എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ ഡൽഹി കഴിഞ്ഞ് യു പിയിലേക്ക് പോകുമ്പോൾ യു പിയിൽ നമ്മൾ ഹാത്രസിൽ ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടിൽ പോയപ്പോൾ രാഹുൽ ഗാന്ധി, അഖിലേഷ്, ഈ രണ്ട് നേതാക്കളെ പറ്റി അവർ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ പോകുമ്പോൾ വളരെ ചുരുക്കം സ്ഥലങ്ങളിലെ രാഹുൽ ഗാന്ധീൻ്റെ പേര് ഉയർന്നു കേൾക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ബീഹാറിലേക്ക് പോകുമ്പോൾ ബീഹാറിൽ തേജസ്വിയാണ് നേതാവ്, രാഹുൽ ഗാന്ധി അല്ല പ്രതിപക്ഷത്തിൻ്റെ. അത് കഴിഞ്ഞ് നമ്മൾ ജാർഖണ്ഡിലേക്ക് പോകുമ്പോൾ അവിടെ സോറൻ തന്നെയാണ് പ്രധാനപ്പെട്ട നേതാവ്, അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. രാഹുൽ ഗാന്ധി എന്നുള്ള ഒരു വലിയ ഫാക്ടറായിട്ട് അവിടെയും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒഡീഷയിലേക്ക് പോകുമ്പോൾ എന്താണ് സ്ഥിതി? ഒഡീഷയിൽ കോൺഗ്രസ് അത്രയധികം ചിത്രത്തിലുള്ളതായി തോന്നിയിട്ടില്ല. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ ബംഗാളിൽ ഒറീസയിൽ പോകുന്നതിന് മുമ്പ് തന്നെ ബംഗാളിൽ കയറിയിരുന്നു. അസൻസോളിൽ പോയിട്ട് അസൻസോളിൽ നിന്ന് ബാലസോറിലേക്ക് ഈ ഏതാണ്ട് 300 കിലോമീറ്റർ, അതിൽ 250 കിലോമീറ്റർ ബംഗാളിൽ കൂടിയാണ് നമ്മൾ വണ്ടി ഓടിച്ചത്. ബംഗാളിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ കൃത്യം പറഞ്ഞു തരാം, അസൻസോളിൽ നിന്ന് ബാലസോർ വരെയുള്ള ഭാഗത്ത് ഒഡീഷയ്ക്ക് മുന്നേയുള്ള 250 കിലോമീറ്റർ ദൂരത്തിൽ ഒരു കോൺഗ്രസിൻ്റെ ഒരൊറ്റ സിംഗിൾ കൊടി ഞങ്ങൾ കണ്ടിട്ടില്ല. കൊടി പോലും ഇല്ലാത്ത സ്ഥലത്ത് രാഹുൽ ഗാന്ധി ഉണ്ടാവില്ലല്ലോ. കൊൽക്കത്തയിൽ പോയി ചില ആൾക്കാരോട് സംസാരിച്ചപ്പോൾ കൊൽക്കത്തയിലെ ഇൻറ്റാലി മാർക്കറ്റിൽ പോയിട്ട് ഒരു കക്ഷിയായിട്ട് സംസാരിച്ചപ്പോൾ അയാൾ പറയുകയാണ്, വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയമല്ല, ഇവിടെ സ്നേഹത്തിൻ്റെ, പ്രേമത്തിൻ്റെ, പ്രേംക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ പ്രേമത്തിൻ്റെ രാഷ്ട്രീയം, സ്നേഹത്തിൻ്റെ രാഷ്ട്രീയം വേണമെന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടല്ലോ ഈ വെറുപ്പിൻ്റെ മാർക്കറ്റിൽ സ്നേഹത്തിൻ്റെ ഒരു കട തുറക്കും എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധിക്ക് ഒരു അവസരം കൊടുക്കണം എന്ന് പറഞ്ഞു. അതല്ലാതെ രാഹുൽ ഒരു വലിയ ഫാക്ടറായി നിൽക്കുന്നില്ല എന്നാണ് ഈ സ്ഥലങ്ങളിലൂടെ ഒക്കെ പോയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം.